അബുദാബിയുടെ നഗരഹൃദയത്തിലുള്ള മിന തുറമുഖം മത്സ്യബന്ധനത്തിനും ലേലം വിളികൾക്കും ഏറെ പ്രശസ്തമാണ്. അബുദാബിയിലെ വലിയ കാഴ്ചകളിൽ ഒന്നാണ് മിന തുറമുഖവും അവിടെയുള്ള മത്സ്യബന്ധന കാഴ്ചകളും. വലിയ കപ്പലിലും ബോട്ടുകളിലും എത്തുന്ന മത്സ്യങ്ങളെ ചെറു ബോട്ടുകളാക്കി കരയിലെത്തിക്കും. പിന്നെ ലേലം ചെയ്താണ് ഈ മത്സ്യങ്ങൾ അബുദാബിയുടെയും മറ്റ് എമിറേറ്റുകളുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഈ കാഴ്ചയാണ് അറേബ്യൻ സ്റ്റോറീസിൽ ഇനി. അബുദാബിയിലെ പ്രധാന മത്സ്യകേന്ദ്രത്തിലേക്കാണ് അറേബ്യൻ സ്റ്റോറീസ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അബുദാബി നഗരഹൃദയത്തിലുള്ള മിനയിലെ മത്സ്യകേന്ദ്രത്തിലെ ഒരു തണുത്ത വെളുപ്പാൻ കാലം. അബുദാബിയിൽ മീനുകൾ ഇറക്കി ലേലം ചെയ്യുന്ന മീന ലൈലാം എന്ന പേരിൽ അറിയപ്പെടുന്ന മിനയിലെ ഫിഷ് മാർക്കറ്റിനോട് അടുത്തുള്ള കേന്ദ്രമാണിത്. ലാഞ്ചിയിലാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഗുജറാത്തി സ്വദേശികളാണ് 90% ജോലി ചെയ്യുന്നത്. ചെറിയ മോട്ടോർ ബോട്ടുകളിൽ ആണെങ്കിൽ മലയാളി സാന്നിധ്യമാണ് കൂടുതൽ. 3 ജീവനക്കാരും ഒരു സ്വദേശിയുമടക്കം 5 ദിവസത്തെ യാത്ര. അത് കഴിഞ്ഞാണ് മിനായിൽ തിരിച്ച് ചാകരയുമായി എത്തുന്നത്. തണുപ്പ് സമയം കൂടുതൽ മീൻ ലഭിക്കും. 2 മണി കഴിഞ്ഞ് 4 മണിക്കുള്ളിൽ ലാഞ്ചികൾ എത്തിത്തുടങ്ങും. 200ഓളം ലാഞ്ചികൾ ഈ തുറയിലുണ്ട്. അതിൽ 100 ലാഞ്ചികളുടെ സർവീസ് ദിനംപ്രതി സർവീസാണ്. അത് ഇവിടുന്ന് 2 ലോക്കൽസ് ബന്ധപ്പെടുത്ത് അവർ ഒന്ന് കണ്ട് ലേലം ചെയ്യും. 100 ദിർഹംസിന് എടുത്താൽ ആർക്കും എടുക്കാം. 5 രൂപ കമ്മീഷൻ അടിസ്ഥാനത്തിൽ. പിന്നെ മറ്റുള്ള എല്ലാ ഷോപ്പുകാരും കൊണ്ടുവന്നോ അതുപോലെ ലോക്കൽസ് വേറെ ഒന്നുള്ള അവരും കൊണ്ടുവരുന്നുണ്ട്. എല്ലാ മീനും സുലഭമാണ്. അമൂർ, ഷേരി, ഷാഫി, ഞണ്ട്, കിങ് ഫിഷ്. ഇപ്പോൾ ഷേരിയും സാഫി, ഷാർക്ക്, മമ്നുവാണ് ഇവിടുത്തെ ബലദിയ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നിർവഹിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ടൈമാണ്. ഈ വലിയ ലാഞ്ചി 5-4 ദിവസം കടലിൽ കിടക്കും. ഇന്ന് പോയ ഒരു 3-4 ദിവസം കഴിഞ്ഞ് വരണം. മറ്റുള്ള ഈ വലിയ ചെറിയ ബോട്ടുകൾ 5 മണിക്കൂർ പോകുന്നുണ്ട്, 2 ദിവസം പോകുന്നുണ്ട്. മലയാളികൾ ചെറിയ ബോട്ടുകൾ മലയാളികൾ തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തുള്ള ആളുകളെ കൂടുതൽ. വലിയ ബോട്ട് കംപ്ലീറ്റ് ഗുജറാത്തികളാണ്. പിന്നെ കുറച്ച് മദ്രാസികളുണ്ട്. മദ്രാസികൾ നന്ന കുറവാണ്. ഗുജറാത്തികൾ 98% ഗുജറാത്തികളാണ്. 2 മണി മുതൽ മിനായിലെ ബോട്ട് കരയിൽ മീനുകൾ കൊണ്ടുവയ്ക്കുന്നതിനായി തറയിൽ വൃത്തിയാക്കി പായ വിരിക്കും. മീൻ വലിയ കുട്ടകളിലാക്കി കഴുകി തൊഴിലാളികൾ കരയിലേക്ക് കൊണ്ടുവരുന്നു. ചെറിയ കുട്ടകളിൽ നിന്നും മീനുകൾ വലിപ്പവും വിഭാഗവും നോക്കി തരം തിരിച്ചുവെക്കും. സുബഹി നമസ്കാരത്തിന് ശേഷമാണ് ലേലം ആരംഭിക്കുക. 2 UAE പൗരന്മാരുടെ മേൽനോട്ടത്തിലാണ് ലേലം നടക്കുക. ഹമൂറാണ് ഈ തണുത്ത സീസണിൽ ഏറ്റവും കൂടുതലായി ഉള്ളത്. ഹമൂറും കിങ്ഫിഷുമാണ് ലേലത്തിൽ നല്ല വിലയ്ക്ക് കൊടുക്കുന്നത്. വ്യത്യസ്ത ഇനം മീനുകൾ ചെറുകുട്ടകളിലാക്കി തിരിച്ചു വെക്കുന്നത് കാണാൻ തന്നെ നവ്യ അനുഭവമാണ്. കൂടുതൽ വില മീൻ അമൂറും കിങ്ഫിഷും ഐക്കൂറ കിങ്ഫിഷാണ് കൂടുതൽ വില. ഞണ്ടിന് വില പെണ്ണിന് കൂടുതൽ വില. ആണിന് വില കുറവാണ്. ആണിന് ഒരു മക്കാന് 280, പെണ്ണിന് 300 എന്ന് വിളിക്കുന്നു. ഏതായാലും 10 ദിർഹംസ് മുകൾക്ക് വിളിക്കുന്നു. ആവറേജ് എല്ലിന് വരെ കണക്കുണ്ട് മീനിന്. അമൂറാണെങ്കിൽ 1000 സ്റ്റാർട്ട് ചെയ്യും. കിങ് ഫിഷ് ആണെങ്കിൽ 40 പീസ് വെച്ച് എടുക്കുന്നത്. കിങ് ഫിഷ് 40 പീസ് എടുക്കുന്നത്. അത് കൂടുതലുണ്ടാകുമ്പോൾ വില കുറയും, കുറവാണെങ്കിൽ വില കൂടും. അങ്ങനെയാണ്. 5 മണി കഴിഞ്ഞാൽ 2-3 മണിക്കൂറിൽ എല്ലാം ഫിനിഷ് ആവും. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും മാത്രം 2 ദിവസം മാത്രമല്ലേ വർഷത്തിൽ 2 ദിവസം. ബാക്കി എല്ലാ ദിവസങ്ങളുണ്ട്. മാർക്കറ്റിൽ മീൻ വിൽക്കുന്നവരാണ് കൂടുതലും ലേലം വിളിക്കാനായി എത്തുന്നത്. സ്വദേശികളും ഒരുമിച്ച് മീനുകൾ ലേലം വിളിച്ചു വാങ്ങി കൊണ്ടുപോകാറുണ്ട്. വളരെ വിരളമായി പൊതുജനങ്ങളും എത്തുന്നു. 20 വർഷമായി മീൻ ഇറക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുന്ന മലപ്പുറം വേങ്ങര സ്വദേശി ഫൈസൽ പാലേരി മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചു. ഇത്രയും വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്തിട്ടും ഫൈസൽ കടലിൽ പോയിട്ടില്ല. ഇതിന്റെ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇല്ലല്ല, എനിക്ക് താല്പര്യമില്ല, പോകാനില്ല. ഇത്രയും നാളായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യപ്പോൾ ജസ്റ്റ് ഒന്ന് കടലിൽ പോകണം തോന്നിയിട്ട് പക്ഷെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അത് സാധിക്കില്ല എന്നാണ്. എന്താണ് പേടിയാണ്? ഭയം കൊണ്ടല്ല, എന്നാലും. വർഷത്തിൽ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒഴികെ എല്ലാ ദിനങ്ങളിലും ഇവിടെ ലേലം നടക്കുന്നു. മീനിന്റെ വരവ് പോലെയാണ് ജീവനക്കാരുടെ തുക. കൂടുതൽ മീനുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ തുക ലഭിക്കും.
നല്ല പിടയ്ക്കണ മീനും മനോഹരമായ കാഴ്ചകൾ കാണുകയും ഇഷ്ടപ്പെടുന്ന മീനുകൾ ചെറിയ വിലയിൽ സ്വന്തമാക്കാനും മീന ലൈലാം എന്ന സ്ഥലത്ത് വെളുപ്പാങ്കാലം സന്ദർശിച്ചാൽ മതി. ദുബായിലെ ക്ലബ് FM 99.6 വാർത്തകൾ കൊണ്ടും വിശേഷങ്ങൾ കൊണ്ടും വർത്തമാനങ്ങൾ കൊണ്ടും മാത്രമല്ല ശ്രോതാക്കളെ സന്തോഷിപ്പിക്കുന്നത്, നല്ല ഇമ്പമാർന്ന സംഗീതം കൊണ്ടുമാണ്. ഒരുപാട് സംഗീത പ്രതിഭകളാൽ സമ്പന്നമാണ് ദുബായിലെ ക്ലബ് FM 99.6. കഴിഞ്ഞ ആഴ്ച അബുദാബിയിലെ ക്യാപിറ്റൽ മാളിൽ ക്ലബ് FMന്റെ സംഗീത ബാൻഡായ രസം ഒരു ഗംഭീര പരിപാടി അവതരിപ്പിച്ചു. ASNസിന്റെ വെയർഹൌസ് സെയിലുമായി ബന്ധപ്പെട്ടാണ് ക്ലബ് FM അബുദാബിയിലെത്തിയത്. അബുദാബിയിൽ അഹ്ലാൻ അബുദാബി എന്ന പേരിൽ രസം ബാൻഡ് നടത്തിയ ക്ലബ് FM നടത്തിയ സംഗീത വിരുന്നാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ദുബായിലെ ക്ലബ് FM ടീം ആദ്യമായാണ് അബുദാബിയിലെ ശ്രോതാക്കളെ നേരിൽ കാണാനും രസിപ്പിക്കാനുമായി എത്തിയത്. 3 നിലകളിലായി തിങ്ങി നിറഞ്ഞ ആസ്വാദകർക്ക് മുന്നിൽ ക്ലബ് FM സംഗീത ബാൻഡായ രസം ഒരുക്കിയ വിരുന്ന് മണിക്കൂറുകൾ നീണ്ടു. ഇടയ്ക്ക് മുഖ്യാതിഥിയായി സംഗീത സംവിധായകൻ മെജോ ജോസഫും എത്തി. മെജോ സംഗീതമൊരുക്കിയ സൈറ ബാനു എന്ന ചിത്രത്തിലെ ഹൃദയവാതിൽ എന്ന് തുടങ്ങുന്ന പാട്ടും നോട്ട്ബുക്ക് എന്ന സിനിമയിലെ ഹൃദയവും ഹൃദയവും എന്ന ഗാനവും മെജോ ആലപിച്ചു. കാഴ്ചക്കാർക്കൊപ്പം സെൽഫിയും എടുത്താണ് മെജോ മടങ്ങിയത്. ഇടയ്ക്കിടെ പരിപാടി കാണാൻ വന്നവർക്കായി വിവിധ മത്സരങ്ങൾ നടത്തി കൈനിറയെ സമ്മാനങ്ങൾ നൽകി.
പൂരപ്പാട്ടിൽ തിമിർത്താണ് ക്ലബ് FM അബുദാബി ക്യാപിറ്റൽ മാളിലെ സായാഹ്നം ഗംഭീരമാക്കിയത്. ദുബായ് അടക്കമുള്ള ഗൾഫ് നഗരങ്ങൾ ഈ വേനൽക്കാലത്തും സമ്പന്നമാണ്. അത്രയധികം നല്ല കാഴ്ചകൾ ഒരുക്കിയാണ് സന്ദർശകരെ ഈ നാടുകൾ സ്വാഗതം ചെയ്യുന്നത്. ഷാറുഖ് ഖാൻ അടക്കം ദുബായിയുടെ ഈ നാടിൻ്റെ കാഴ്ചകൾ കാണാൻ സന്ദർശകരെ സ്വാഗതം ചെയ്യുകയാണ്. ദുബായ് ടൂറിസം ഗംഭീര പരിപാടികളാണ് ഈ വേനൽക്കാലത്തും ഒരുക്കി വെച്ചിട്ടുള്ളത് സന്ദർശകർക്കായി. അറേബ്യൻ സ്റ്റോറീസിലും കാഴ്ചകൾ ഒരുപാടുണ്ട് വരുന്ന ആഴ്ചകളിൽ. ഈ ആഴ്ചയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. അറേബ്യൻ സ്റ്റോറീസിന് മുൻ എപ്പിസോഡുകൾ കാണാൻ www.മാതൃഭൂമി.com/TV സന്ദർശിക്കുക. അവിടെ അറേബ്യൻ സ്റ്റോറീസിൻ്റെ എല്ലാ എപ്പിസോഡുകളുമുണ്ട്. TV മാതൃഭൂമിയുടെ യൂട്യൂബ് പേജിലും അറേബ്യൻ സ്റ്റോറീസിലെ കാഴ്ചകൾ കാണാം. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങൾക്കുമായി ഞങ്ങൾ പണി തുടരുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.